ചോദ്യക്കടലാസ് ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് VS ബിന്ദുകുമാരിയാണ് വിധി പറയുക. ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായതാണ് അന്വേഷണ സംഘം തിങ്കളാഴ്ച കേസ് ഡയറി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. വാദമെല്ലാം പൂർത്തിയായതാണ്, വിധി മാത്രമാണ് വരാൻ ബാക്കി. പ്രതീക്ഷിക്കേണ്ടത് എന്താണ് ശരത്? കാവ്യ, ജനുവരി 6 തന്നെ ഈ വിഷയത്തിനകത്ത് വാദം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നത്. സംഘടിത ഗൂഢാലോചന, പ്രോസിക്യൂഷൻ പുതിയതായി ചേർത്തിയ ഒരു വകുപ്പുണ്ടായിരുന്നു. സംഘടിത ഗൂഢാലോചനയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ MS സൊല്യൂഷൻ്റെ CEO മുഹമ്മദ് ഷുഹൈബിനെതിരെ. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള അധ്യാപകൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു വകുപ്പ് കൂടുതലായി ചേർത്തിയത് എന്നൊരു ആവശ്യം പ്രതിഭാഗം ഉന്നയിച്ചതിനെ തുടർന്ന് കേസ് ഡയറി ഹാജരാക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി VS അനിതകുമാരി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി 6 തന്നെ ഇത്തരത്തിൽ കേസ് ഡയറി പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതിനെ തുടർന്ന് 7-ാം തീയതി കേസ് പരിഗണിച്ചു. 7-ാം തീയതി പരിഗണിച്ചപ്പോഴാണ് പറഞ്ഞത് 9-ാം തീയതി സംബന്ധിച്ച് വിധി ഉണ്ടാകും എന്ന് തീർപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ മുഹമ്മദ് ഷുഹൈബ്, 2 അധ്യാപകർ, ഇവർ 3 പേരും ഒളിവിലാണ് നിലവിലുള്ളത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിരിക്കുന്നത്. 20 പേരുടെ മൊഴി നിലവിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷുഹൈബിനെ പ്രതിയാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷുഹൈബ് ആദ്യഘട്ടത്തിൽ തന്നെ ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം 2 അധ്യാപകരും ഒളിവിലായിരുന്നു. ഇതിനകത്ത് ഷുഹൈബിനെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഷുഹൈബിന്റെ 2 ബാങ്ക് അക്കൗണ്ടുകൾ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മരവിപ്പിച്ചിരുന്നു. കൊടുവള്ളിയിലുള്ള SBIയുടെയും കാനറ ബാങ്കിന്റെയും അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരുന്നത്. എന്തായാലും ഈ വിഷയത്തിനകത്ത് ഇന്ന് ഷുഹൈബിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായൊരു ദിവസമാണ്. ചോദ്യക്കടലാസ് ചോർച്ചയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിധി ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് എന്ത് തന്നെയാണെങ്കിലും വളരെ വളരെ ക്രൂഷ്യലാണ് ഷുഹൈബിനെ സംബന്ധിച്ച്. പ്രോസിക്യൂഷൻ നമ്മളുമായി പങ്കുവയ്ക്കുന്ന വിവരം സംബന്ധിച്ച് ഇതുമായി കൃത്യമായി പഴുതടച്ച രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു കേസ് ഡയറി നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനകത്ത് എന്താണ് തീരുമാനമെന്നെങ്കിലും ഷുഹൈബിനെ സംബന്ധിച്ച് ഇന്ന് വളരെ സുപ്രധാനമാണ് കാവ്യ.